Come with me and you'll be in a world of pure imagination. Take a look and you'll see into your imagination. We'll begin with a spin, traveling in the world of my creation. What we'll see will defy explanation. If you wanna view paradise, simply look around and view it. Anything you want to do it. Wanna change the world? Tell me to calm down. Look all around us here. Fall. It's easy to see from down here. If I'm not swinging, then the war is won. Caught before I'm falling for it all in front of us. Lightning struck the heavens, open walls and glorious. And isn't it obvious? You're right in front of me with the answer, with the answer. Sign on the dotted line, and the hands of authority know. All that's left now is time. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും വാഴണമേ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ സ്തുതി. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. ആദിയെന്ന പോലാത്മാവേ, അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. സങ്കീർത്തനം 91. അത്യുന്നതിന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നതിനും സർവ്വശക്തനും സങ്കീർത്തന്റെ കൂട്ടം ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. അവിടുന്ന് എന്നെ വേടനിൽ നിന്നും ഭാഗമായി നിന്ന് രക്ഷിക്കും. തന്റെ നോക്കലുകൊണ്ട് അവിടുന്ന് എന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് അഭയവും പരിചയായിരിക്കും. രാത്രിയിലെ വീരത്തെയും മലർപ്പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഉച്ചയ്ക്ക് നിരാശയ്ക്ക് നേരിട്ടല്ല.
നിന്റെ വാർഷങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000ങ്ങളും, എങ്കിലും നിനക്ക് സംഭവമില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾക്കുണ്ടെന്ന് നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കില്ല, ഒരനർത്ഥവും കൂടാതെ സമയമില്ല. നിന്റെ വഴികൾ തന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ വാതിൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്റെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെ അമരയുടെ നീ ചവിട്ടി നടക്കും, യോസഫിന്റെ സ്വർഗ്ഗത്തെ നീ ചവിട്ടി നിൽക്കും. അവൻ സ്നേഹത്തിനുള്ള ഒട്ടി നിൽക്കുന്ന ഞാൻ അവനെ സംരക്ഷിക്കും. അവനെ വിളിച്ചപേക്ഷിക്കുന്നത് ഉത്തരമരുളും. അവന്റെ കഷ്ടത്തിൽ ഞാൻ അവനെ ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സത്തിൽ ഞാൻ അവനെ സന്തോഷരാകും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികൾ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസ്മൃതമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും. കർത്താവിന്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സീയോനിൽ നിന്നും നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിന്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണാൻ നിനക്കിടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. One look at you, my whole life falls in line. I prayed for you before I called you mine. Oh, I can't believe it's true sometimes. Oh, I can't believe it's true. I get to love you. It's the best thing that I'll ever do. I get to love you. It's a promise I'm making to you. Whatever may come, your heart I will choose. Forever I'm yours, forever I do. I get to love you. I get to love you. The way you love, it changes who I am. I am undone. Nothing God wants again. ഏതൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ, നാഥാ ഞാൻ നിൻ മണവാട്ടി. നീയാണെൻ തണലും താങ്ങും, ചെയ്യണമെന്നോട് കാരുണ്യം. എന്നാൽ അഭയും മിന്നവും വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നാകന്നിട്ട് പോവുകയാണ്. ഇന്ന് ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് ഇവരെ രണ്ടുപേരെയും പ്രത്യേകമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇവർ തമ്മിലുള്ള ബന്ധമല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനാണ് ഇതിവിടെ ആരംഭം കുറിക്കുന്നത് എന്നുള്ള ആ ഒരു തികഞ്ഞ ബോധ്യത്തോടുകൂടി തന്നെ നമുക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈ രണ്ടുപേർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. ഇവരുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞതാകാൻ, ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഇവരെ സമർപ്പിച്ച് ഈ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയൈക്യത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ എന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധൂവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണം. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോട് പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനും. എന്റെ പുത്രിയെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞെടുക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്തുമുള്ളുകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ
രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂട് നിൽക്കുന്ന സഭയെ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. സർവജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. വിശുദ്ധ പത്രോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വചനങ്ങൾ കർത്താവിനെ സ്വീകരിക്കണമേ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തേക്ക് അനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ബാഹ്യമോടികളായ വലിയ മുടിയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വര രംഗമണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളിൽ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാ പ്രാവത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങളവരുടെ മക്കളാണ്. ഇങ്ങനെ അവൻ്റെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോടൊത്ത് ജീവിക്കുകയും സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശി എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കണം. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. Ruha
ശ്രമിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവനെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവനെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, വിവാഹമെന്ന കൂദാശയിലൂടെ ഇന്ന് ഒരു പുതിയ കുടുംബത്തിന് രൂപം നൽകുന്ന അബി മിന്നു ഏറെ സ്നേഹത്തോടുകൂടെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ദൈവത്തെ കണ്ടുകൊണ്ടുള്ള ഭാഗ്യം നിറഞ്ഞ, അനുഗ്രഹം നിറഞ്ഞ ഒരു കുടുംബജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സുന്ദര ദിവസം. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഉപദേശമായിരിക്കും. ആവശ്യത്തിൽ കൂടുതൽ കേട്ട് കാണുമായിരിക്കും. നമ്മുടെ തലയും മനസ്സും ഹൃദയവും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമായിരിക്കും. പറ്റിയ രണ്ടുപേരെ കിട്ടിക്കഴിഞ്ഞാൽ ഒപ്പം ഉപദേശിക്കാൻ പാകത്തിന് നമ്മൾ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അത് ആ കിട്ടിയ ഉപദേശം നമുക്ക് എത്രമാത്രം ഉപകരിക്കുന്നു എന്നറിഞ്ഞിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ചാടിക്കയറി ഉപദേശിക്കാൻ പോയേക്കല്ലേ. നിങ്ങളെ കാണുമ്പോഴത്തേക്കും എനിക്കും വേറൊന്നും പറയാനില്ല. കൊള്ളതിൻ്റെ കൊടുത്ത് 2 ഞാനും കൂടെ കൂടുതൽ പറഞ്ഞേക്കാം. നല്ല 2 ഉപദേശം പറഞ്ഞേക്കാമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് ഈ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് തന്തവൈബ് എന്ന് പറയുന്ന സാധനം ഇച്ചിരി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പാടാണ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമേ തോന്നുള്ളൂ. പ്രത്യേകിച്ച് കാശ് മുടക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് 2 ഞാനും തന്നേക്കാം. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പരിചയമായിട്ട് ഇപ്പോൾ എത്ര നാളായി? 2 വർഷമായി. 2 വർഷമാകും. അന്ന് തൊട്ട് നിങ്ങൾ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടാകാം. വിവാഹത്തിന് മുമ്പ് ഇങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും. ഒരു പരിധിവരെ നിങ്ങൾ 2 സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. 2 സ്ഥലമാണ്. ഒരാൾ കോട്ടയം ഭാഗത്ത്, ഒരാൾ മലബാർ ഭാഗത്തു നിന്നും വ്യത്യസ്തമായ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഇത്രയും നാൾ 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ സംസാരിച്ച രീതികളും 2 വർഷത്തിനുള്ളിൽ നിങ്ങൾ സംസാരത്തിലൂടെ കൈമാറിയ വിവരങ്ങളും മാത്രം കൊണ്ട് നിങ്ങൾക്കൊരു ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തെ ഇങ്ങനെ കരുപിടിപ്പിക്കാനായിട്ട്, ശക്തമാക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയും നിങ്ങൾ വിവാഹത്തിന് ശേഷം നടത്തുന്ന നിങ്ങളുടെ ജീവിതം, നിങ്ങൾ നടത്തുന്ന യാത്രകൾ, അതൊക്കെ ആയിരിക്കും തീർച്ചയായിട്ടും ഒരാളെ, നിങ്ങളുടെ ജീവിത പങ്കാളിയെ കൂടുതൽ അടുത്തറിയാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യം. തീർച്ചയായിട്ടും നിങ്ങൾ ഹണിമൂണൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഉണ്ടോ? ഓൾറെഡി ഉണ്ട്. അപ്പം അത് തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമുള്ള യാത്രയാണ്. വേറെ ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ലാത്ത യാത്രയാണ്. അപ്പം നിങ്ങൾ മാത്രമുള്ള സമയം, നിങ്ങൾ മാത്രം സംസാരിക്കണം, നിങ്ങൾ മാത്രം പരസ്പരം കാണുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയം തന്നെയായിരിക്കും അടുത്ത ആളെ, നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നയാളെ കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ചിലവഴിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ പങ്കാളിയെ കൂടുതൽ അടുത്തറിയാൻ,
പങ്കാളിയുടെ ക്വാളിറ്റി, ഗുണഗണങ്ങളൊക്കെ കൂടുതൽ അറിയാം, എന്തൊക്കെ സ്വഭാവ വിശേഷങ്ങളാണ് ഉള്ളത് എന്നറിയാനൊക്കെ ആയിട്ട് ഒരുപാട് സഹായിക്കുന്ന സമയങ്ങളാണ്. അങ്ങനെയുള്ള സമയം നിങ്ങൾ പരമാവധി ഉപയോഗിക്കുക, കൂടുതൽ അടുത്തറിയാനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെ അടുത്തറിയുമ്പോൾ ഗുണങ്ങൾ മാത്രമല്ല, ഒരു പരിധിവരെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, എന്തെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതും കൂടെ അറിയാനായിട്ടുള്ള സമയമായിരിക്കും. അത് പിന്നീട് നിങ്ങൾ 1-2 വർഷം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പറഞ്ഞ് പരസ്പരം കുറ്റപ്പെടുത്താനോ അതിനു വേണ്ടിയിട്ടല്ല, മറിച്ച് ഒരു പരിധിവരെ നമ്മുടെ ആ ഒരു എൻ്റെ പങ്കാളിക്ക്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ ഭർത്താവിന് ഈ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു കഴിവ്, അതിനുള്ള ഒരു ഗിഫ്റ്റ് എനിക്ക് ദൈവം നൽകിയിട്ടുണ്ട്, അവൻ്റെ ആ കുറവിനെ പരിഹരിക്കേണ്ടത് ഞാനാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ ഗുണങ്ങൾ മാത്രമല്ല കുറവുകളും കൂടെ തിരിച്ചറിയാനായിട്ട് പരിഹരിക്കും. നിങ്ങൾ പ്രത്യേക ഈ സമയം ഒന്ന് പരിശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് ഒരുപാട് ഉപകരിക്കും. കാരണം ഗുണങ്ങൾ കൊണ്ട് മാത്രം കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നല്ലല്ലോ കുടുംബം. കുറവുകളെ പരിഹരിക്കുകയും കൂടെ ചെയ്യുമ്പോഴാണല്ലോ കുടുംബം എന്ന് പറയുന്നത് കൂടുതൽ ശക്തമായിട്ട് തീരുന്നത്. അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കണം. നിങ്ങൾ നടത്തുന്ന യാത്രകൾ, നിങ്ങൾ നടത്തുന്ന സംഭാഷണങ്ങളും, നിങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയവുമൊക്കെ ആ ഒരു രീതിയിൽ പരസ്പരം അടുത്തറിയാനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിവാഹവിരുന്നിലായിട്ട്, ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങളുടെ ഒരുപാട് ബന്ധുക്കളൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട്. അവരൊക്കെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഈ വിവാഹവിരുന്നിൽ, ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുന്നതിനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരുപാട് താല്പര്യമുള്ളത് കൊണ്ടും ഒരുപാട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ ഇവിടെ വന്നു ചേർന്നിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഇന്ന് ഈ വിവാഹത്തിലൂടെ ഒന്നാകുന്ന അഭിക്കും പിന്നുവിനും കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് ഈ കാഴ്ചവെപ്പിന്റെ സമയത്ത്, ഈ കാസയും വിലാസയും ഒക്കെ ഉയർത്തുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും ആ കാസയിലും വിലാസയിലും സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇവർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു കാര്യത്തിന് പ്രത്യേക ശ്രദ്ധ കൊടുക്കാൻ താല്പര്യം കാണിക്കുക. ഒരു കാര്യം ഓർക്കുക, ഇന്ന് ഈ കുർബാനയുടെ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ച് ഇവിടെ ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നവരെ മുന്നോട്ട് കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് അത്രമാത്രം പ്രാധാന്യമേ നിങ്ങളുടെ ജീവിതത്തോടും ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് മനസ്സിൽ കുറിച്ച് വയ്ക്കുക. ഈ പുറത്തു പോകുന്ന ആളുകൾ ഒരു പരിധിവരെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകാൻ സാധ്യതയും വളരെ കുറവായിരിക്കും. കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കാനായിട്ടായിരിക്കും സാധ്യത കൂടുതൽ. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളവരൊരു പ്രത്യേക നോട്ട് ചെയ്ത് വെക്കുക. അവരെ കാണുമ്പോഴത്തേക്കും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് സഹായമൊന്നും പ്രതീക്ഷിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർ ഒരു കാരണവശാലും അങ്ങനെയൊന്നും പോകുന്നവരല്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. മുഴുവൻ കുർബാനയിൽ പങ്കെടുത്ത് ഈ ദേവാലയത്തിൽ നിന്ന് അവസാനം ബെറുമറിയവും അതിൻ്റെ ആശീർവാദവും ഒക്കെ സ്വീകരിക്കുന്ന സമയം വരെയും ഈ ദേവാലയത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന് ഇവിടെ ഈ പള്ളിയിലുള്ള എല്ലാവരും പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇവരുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരാൻ, ഏറ്റവും അനുഗ്രഹപ്രദമായി തീരാൻ, ദൈവാനുഗ്രഹങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒന്നായി തീരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈ നവദമ്പതികൾ ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹമെന്ന കൂദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും
ഭക്തിയോടും ശ്രുതിയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷന് ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അബി, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മിന്നുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മിന്നു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അബിയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുകയും അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായ യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താലിവഞ്ചിരിപ്പ. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെയും പ്രതീകമായി ഈ താലിയം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ആമേൻ. മോതിരം വെഞ്ചരിപ്പ്. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിൻ്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മന്ത്രകോടി വെഞ്ചരിക്കുക. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവെ, ഈ മന്ത്രകോടിയെ ആശീർവദിക്കണമേ. പൂർണ്ണമായ സമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ.
കൈപറ്റിയില്ല. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരി, നിങ്ങൾ തലമുനിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസായ മിശിഹാ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ വെക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ വരെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിന്റെ വരെ ഒന്നിപ്പിച്ച പരിപാലനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ മിശിഹായെ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാർ യോസേഫിന്റെയും മധ്യസ്ഥം
ഇവരുടെ കുടുംബ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹം എന്ന കൂദാശിയാൽ നിർബലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അറിവും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിച്ച എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Wow.
ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂ അരികിൽ തേൻ തുമ്പികളും കൂട്ടിരുന്നേ. തെന്നലുടയാടതന്നേ മണിച്ചിന്തുമൊഴിയോതി വന്നേ, മെല്ലെ അതു നാടറിഞ്ഞേ, വാനം ദൂരെ അതു കണ്ടുണർന്നേ. അമ്മ മുകിലിൻ ഉള്ളു നിറഞ്ഞേ, മഴയായി പൊഴിഞ്ഞേ. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണി.
വീട്ടിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനും മിനുവും നല്ല സുന്ദരിയായിട്ട് നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അഭിയേട്ടൻ എന്നാണ്ട് ചേച്ചി എന്നാണ്ട് ഓക്കെ, എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം? അങ്ങനെ മിന്നുവിനെ എന്നേക്കുമായിട്ട് അഭിക്ക് കിട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മിന്നുവിനും അഭിനെ എന്നത്തേക്കുമായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ ദിവസം ഫുള്ളായിട്ട് രണ്ടുപേരും നല്ല ഹാപ്പിയാണ്. അഭിയുടെ സംഘടിക്കുന്നുണ്ട് കൂടി അപ്പൊ ഇവര് രണ്ടുപേരും നല്ല ഹാപ്പിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം മീറ്റ് ചെയ്യാം. എല്ലാവരും മീറ്റ് ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഒപ്പം പ്രാർത്ഥനയും നമ്മുടെ പ്രിയപ്പെട്ട അഭിക്കും മികവിനും കൊടുത്തുകൊണ്ട് എല്ലാവരും ചേർന്ന് മനോഹരമായിട്ട് മനസ്സിന് നല്ലൊരു കൈ കൊടുക്കുക. താങ്ക് യു. എല്ലാവർക്കും ഇരിക്കാം. അഭിനന്ദനങ്ങളെ ആയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നത് അഭിയുടെയും മിനുവിൻ്റെയും പ്രിയപ്പെട്ട മാതാപിതാക്കളും കുടുംബാംഗങ്ങളുമാണ്. ആദ്യമായിട്ട് തന്നെ മിനുവിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അലസനഗർ ഉടുമ്പനാട്ട് ജോയികളും സോഫിയാൻ്റെയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട മിനുവിൻ്റെയും മാതാപിതാക്കൾ. മിനുവിൻ്റെ മാതാപിതാക്കൾ നല്ലൊരു കൈകൊണ്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ജിസ്ബോൺ നല്ലൊരു പേര് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യും. ഇതാണ് നമ്മുടെ മിന്നുവിന്റെ ഫാമിലി. അടുത്തതായിട്ട് അബിയുടെ ഫാമിലിനെ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒഴുവൂർ വള്ളിക്കുന്നിൽ അലക്സ് ബിസി ഇവരാണ് നമ്മുടെ പ്രിയപ്പെട്ട അബിയുടെ മാതാപിതാക്കള്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സണ്ണി പപ്പായെയും പേരമിച്ചിനെയും ഏറ്റവും സ്നേഹവും നല്ലൊരു കഴിവ് ശരിക്കും സ്വാഗതം ചെയ്യാം. അവരുടെ 3 മക്കള് പൊന്നുവിനെയും സാണ്ടുവിനെയും ഫിലിക്കുട്ടിനെയും ഏറ്റവും സ്നേഹമുള്ള നല്ലൊരു കേട്ട് ശരിക്കും സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട പെങ്ങളും മാറുള്ള ചേച്ചിനെയും റോണിച്ചേട്ടനെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അവരുടെ മക്കള് കുട്ടാപ്പിനെയും റിച്ചുട്ടിനെയും ഒപ്പം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അത് നല്ലൊരു കൈകൊണ്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അടുത്തതായിട്ട് അവകാശി പാടുന്നത് അവകാശിയായ പ്രിയപ്പെട്ട അമ്മാച്ചൻ സേവി കത്തിലെ കൂട്ടിട്ട് മനോഹരമായ പരിപാടിയ പ്രിയപ്പെട്ട അമ്മാച്ചൻ
ഇതിലേക്ക് പ്രിയപ്പെട്ട അമ്മമാരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. വധുവിന്റെ അമ്മ വരനെയും വധുവിന്റെ അമ്മ വധുവിനെയും ആനയിച്ച് കിട്ടിയ പുതിയ മക്കളെ അവരുടെ മക്കളായിട്ട് മനോഹരമായ ചടങ്ങാണ്. ഈ ചടങ്ങിനായിട്ട് അവിയുടെയും വീടുകളുടെയും പ്രിയപ്പെട്ട അമ്മമാരെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ജൂനിയർ മനോജങ്ങളുടെ കൈയിടിക്കുന്ന ചടങ്ങാണ്. ശേഷം കൂടുതൽ നൽകുന്നത് വിരുദ്ധനായിട്ട് ക്ഷണിക്കുകയാണ്. ഈ മനോഹരമായ ചടങ്ങോടുകൂടി നമ്മുടെ സൽക്കാരം ആരംഭിക്കുകയാണ്. എല്ലാവർക്കും രുചികരമായ ആഹാരം കഴിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബോർഡിലെ സീറ്റുകൾ ലഭിക്കാത്തവർക്ക് ബുഫേ കൗണ്ടേഴ്സും ഓർക്കാനുള്ള കാര്യം ഇവിടെ ഓർക്കുന്നു. ആഹാരത്തിന് ശേഷം ഡെസേർട്ട് കൗണ്ടർ അറേഞ്ച് ചെയ്യുന്നത് റിപ്പോർട്ടാണെന്ന കാര്യം ഇവിടെ അറിയിക്കുകയാണ്. നമുക്കായിട്ട് രുചികരമായ ആഹാരം തയ്യാറാക്കുന്നത് ഐശ്വര്യ ആണ്. ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? ഹേതാലോലം തുമ്പിപ്പെണ്ണാളെ ഈ മുല്ലക്കൊമ്പേലാടാനായി നീയും കൂടാമോ? കാതോരം കന്നിക്കൂറുമ്പേ മൂവന്തിത്തേരിൽ പാടാനായി നീയും പോരാമോ? കണ്ണാടി കണ്ണിൽ ഒരു മിന്നാരം കണ്ടേ സിന്ദൂരച്ചേരോടെ പോരു പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ കാത്തിരുന്നതല്ലേ കാത്തുവെച്ചതല്ലേ ഓർത്തു വന്നതല്ലേ ഞാനും പെണ്ണാളെ മണ്ണിൽ വീഴും പോലെ മിന്നാരം ഇന്നും നീള കണ്ണിൽ കണ്ടനോ Mani good guy,
दबे दबे पाँव से आए बूंदों की लहर, हवा हवा जादू से बनता खुशबुओं का घर, लगे लगे आसमां जैसे एक नया शहर, जरा जरा ढूंढ लें हम तुम बादलों में घर, बादलों में घर, ओ बादलों में घर, कहीं बादलों में घर, ओ सारी उम्र। धुआं धुआं ही मिले क्यों हर
ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങളിൽ പ്രണയമായി മാറി മിഴികളിൽ നീ ഒരു കിനാവായി തഴുകി മായുകയോ ഉയിരിലെ വഴിയിൽ ഉണരുമെൻ തിരിയായി ജന്മവീണയിലെ കമാം സ്വരമന്ത്ര